اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وعن أبي موسى رضي الله عنه قال قام فينا رسول الله صلى الله عليه وسلم بخمس كلمات فقال إن الله تعالى لا ينام ولا ينبغي له أن ينام يخفض القسط ويرفعه يرفع إليه عمل الليل قبل عمل النهار وعمل النهار قبل عمل الليل حجابه النور لو كشفه لأحرقت سبحات وجهه ما انتهى إليه بصره من خلقه. അബൂ മൂസ റളിയല്ലാഹു അൻഹു, അബൂ മൂസ എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബൂ മൂസ അൽ അശ്അരി, യമനിലെ പ്രശസ്തമായ ഒരു ഗോത്രമാണ് അൽ അശ്അരി എന്ന് നമ്മൾ പറയുന്ന അശഅറ. ആ ഗോത്രക്കാരനാണ് അബൂ മൂസ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് എന്നാണ്. അദ്ദേഹമാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നു, അഭിസംബോധന ചെയ്തു. ബിഖംസി കലിമാത്തിൻ, 5 വചനങ്ങൾ കൊണ്ട്. 5 കാര്യമാണ് ആ അഭിസംബോധനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തെര്യപ്പെടുത്തിയത്. ആ 5 കാര്യങ്ങൾ ഏതായിരുന്നു? ഫഖാൽ, അവിടുന്ന് പറഞ്ഞത് ഇന്നല്ലാഹ തആല ലാ യനാം വലാ യൻബഗി ലഹു അൻ യനാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുന്നില്ല. വലാ യൻബഗി ലഹു അൻ യനാം, അല്ലാഹുവിന് ഉറങ്ങേണ്ട കാര്യവുമില്ല. ഉറക്കം എന്ന് പറയുന്നത് അത് ഒരു കുറവാണ്, ഒരു ന്യൂനതയാണ്, അത് പൂർണ്ണതയല്ല. പൂർണ്ണതയുടെയും സൗന്ദര്യത്തിൻ്റെയും വിശേഷണങ്ങളെ അല്ലാഹ്ക്കുള്ളൂ. പൂർണ്ണതയുടെയും സൗന്ദര്യത്തിൻ്റെയും വർണ്ണനകൾ മാത്രമേ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. എന്നാൽ കുറ്റവും കുറവും ന്യൂനതയും ധ്വനിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിശേഷണങ്ങളോ വർണ്ണനകളോ അള്ളാഹുവിലേക്ക് ചേർക്കാവതല്ല. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹു നിയോഗിച്ച ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് വർണ്ണിച്ചു തന്നിട്ടുള്ള വർണ്ണനകളിലും വിശേഷണങ്ങളിലും പൂർണ്ണതയുടെയും സൗന്ദര്യത്തിൻ്റെയും വിശേഷണങ്ങളും വർണ്ണനകളും മാത്രമാണുള്ളത്. എന്നാൽ ന്യൂനതകളോ അല്ലെങ്കിൽ കുറവുകളോ ദ്യോതിപ്പിക്കുന്ന യാതൊരു വർണ്ണനയും ഒരു വിശേഷണവും അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടിട്ടില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. ഉറക്കം എന്ന് പറയുന്നത് പൂർണ്ണതയല്ല, സൗന്ദര്യമല്ല. അത് നമ്മെപ്പോലുള്ള സൃഷ്ടികൾ അവരുടെ ഒരു സ്വഭാവമാണ്. പകൽ മുഴുവനും നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അധ്വാനിക്കുമ്പോൾ നമുക്ക് വിശ്രമിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് സൃഷ്ടികൾക്ക് വിശ്രമം ആവശ്യമായി വരും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് അങ്ങനെ ഒരു വിശ്രമം ആവശ്യം വരുന്നേയില്ല. കാരണം അവൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാണ്. അവന്റെ ഹയാത്ത്, അവന്റെ ജീവൻ, അത് സൃഷ്ടികളുടെ ജീവൻ പോലെയല്ല. അത് പൂർണ്ണതയുടെ ജീവനാണ്, അവസാനിക്കാത്ത ജീവനാണ്. ആരിൽ നിന്നും കിട്ടിയതല്ല, ആരും തിരിച്ചു പിടിക്കുന്നതല്ല. അതിന് തുടക്കമില്ല, അതിനൊടുക്കവുമില്ല. അത് സമ്പൂർണമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹയാത്ത്, അങ്ങനെയുള്ള ജീവൻ, ആ ജീവൻ ഉള്ളവൻ ഹയ്യായിട്ടുള്ള, അമരനായിട്ടുള്ള ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണിക്കുക, വിശ്രമിക്കേണ്ടി വരിക, ഉറങ്ങുക എന്ന് പറയുന്നത് ഇല്ല തന്നെ. അതുകൊണ്ട് അവൻ ഉറങ്ങുന്നില്ല. ലാ തഖുദുഹു സിന വലാ നൗം.
അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെറിയ ഒരു വിശ്രാന്തി പോലും, ലളിതമായ ഒരു ഉറക്കം അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു ഉറക്കം ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹുവിനെ പിടികൂടുന്നില്ല. വലാ യംബഗി ലഹു അൻ യനാം. അങ്ങനെ ഉറങ്ങേണ്ട കാര്യം അള്ളാഹുവിനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് പൂർണ്ണതയുടെ ഗുണങ്ങളുള്ള, പൂർണ്ണതയുടെ വർണ്ണനകളുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉറക്ക് എന്ന് പറയുന്നത് അവന് സംഗതമായിട്ടുള്ള, അവന് ഭൂഷണമായിട്ടുള്ള, അവന് ചേരുന്ന ഒരു സ്വഭാവമല്ല, അവന് ചേരുന്ന ഒരു ഗുണമല്ല, അവന് ചേരുന്ന ഒരു വർണ്ണനയല്ല. ഈ കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു. ഖിസ്ത് അവൻ ഉയർത്തുകയും ഖിസ്ത് അവൻ താഴ്ത്തുകയും ചെയ്യുന്നു. താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ഖിസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഹിതം എന്നതിനർത്ഥമുണ്ട്. ഖിസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീതി എന്നതിനർത്ഥമുണ്ട്. ഖിസ്ത് എന്ന് പറയുമ്പോൾ അതിന് തുലാസ് എന്നർത്ഥമുണ്ട്. ഇത് ഒക്കെ വാക്കുകളുടെ അർത്ഥം കേൾക്കുമ്പോൾ ഒക്കെ പരസ്പര ബന്ധമില്ലാത്ത അകലത്തിൽ കിടക്കുന്ന വാക്കുകളായി തോന്നും. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഇത് പരസ്പരം ഈ മൂന്ന് വാക്കുകളും തമ്മിൽ അടുത്ത് നിൽക്കുന്ന കാര്യമാണ് എന്നും മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയിരിക്കുന്ന വിഹിതം, നമുക്ക് കണക്കാക്കിയത് രണ്ടെണ്ണമാണ്. ഒന്ന് നമുക്ക് തരുന്ന അർസാഖുകൾ, വിഭവങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് കണക്കാക്കിയിട്ടുള്ള നമ്മുടെ അഅ്മാലുകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ചെയ്തികൾ. നമ്മുടെ ഒരായുസ്സിൽ ഈ ഭൂലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, പരീക്ഷണാർത്ഥം ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോൾ അവൻ എത്ര ചെയ്യും, എത്ര ചെയ്യില്ല, നമ്മുടെ അഅ്മാലുകളുടെ ഒരു വിഹിതമുണ്ട്. ഇന്ന സഅയക്കും ലശത്ത. നിങ്ങളുടെ പരിശ്രമങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾ ധാരാളം അമല് അയാൾക്ക് അള്ളാഹു കണക്കാക്കി കൊടുത്തിട്ടുണ്ടാവും. ചിലർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കുറ്റമറ്റ ഇഹ്സാനിന്റെ ദർജയിലുള്ള കർമ്മങ്ങളായിരിക്കും. ചിലരത് അങ്ങനെ ഇഹ്സാനിന്റെ ദർജയിലേക്ക് എത്താത്തതായിരിക്കും. ഇതൊക്കെ അള്ളാഹു അഅ്മാലുകൾ കണക്കാക്കിയിട്ടുണ്ട്. അത് ഒരു ഖിസ്താണ്, അതൊരു വിഹിതമാണ്. അള്ളാഹ് കണക്കാക്കിയത് അന്യായമായിട്ടല്ല, അത് നീതിപൂർവകമാണ്. അത് തീർത്തും നീതിപൂർവകമാണ്. അള്ളാഹ് കണക്കാക്കി എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ളുൽമോട് കൂടിയോ തഅസ്സുഫോട് കൂടിയോ അള്ളാഹു ചെയ്തു വെച്ചതല്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതം അതാണ് എന്നത് അവന്റെ അവസ്ഥ നോക്കി അള്ളാഹ് കണക്കാക്കിയതാണ്. അള്ളാഹ് മുൻകൂട്ടി അറിയുന്നു. അത്ര മാത്രമേ അവന് അമലുള്ളൂ എന്ന് പറയാൻ കാരണം അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഇറാദത്തും സ്വതന്ത്രമായ ഇച്ഛാശക്തിയും തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അള്ളാഹ് അവന് കൊടുത്തു. അത് കൊടുത്തുകൊണ്ട് അവൻ അത്രയേ ചെയ്യൂ എന്നുള്ള കാര്യം അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് അറിയുന്നു. അറിഞ്ഞത് അവൻ കണക്കാക്കി അവിടെ എഴുതുന്നു. അത് വേറൊരു കാര്യമാണ്. ഏതായിരുന്നാലും ശരി, അത് നീതിപൂർവകമാണ്. ആ വിഹിതം നീതിപൂർവകമാണ്. മാത്രമല്ല ആ അമല് അത് തുലാസിൽ വെച്ച് തൂക്കപ്പെടുന്നതാണ്. എന്നിട്ടാണ് അതിനുള്ള പ്രതിഫലമാണെങ്കിൽ പ്രതിഫലം, ശിക്ഷയാണെങ്കിൽ ശിക്ഷ അത് നൽകപ്പെടുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യം, കണക്കാക്കപ്പെട്ട വിഹിതം, നീതിപൂർവകമായ വിഹിതം, തുലാസിൽ വെച്ച് തൂക്കപ്പെടുന്ന വിഹിതം, ഈ പ്രോസസ്സ് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ മൂന്ന് വാക്കുകളും ഈ ശ്രേണിയിലാണ് അത് കടന്നു വരുന്നത്. രണ്ടാമത്തെ വിഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന റിസ്ഖാണ്. എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും, നമ്മുടെ ബുദ്ധിപരമായ കഴിവുകൾ, ശാരീരികമായ കഴിവുകൾ, നമുക്ക് നൽകുന്ന ആയുസ്, നമുക്ക് നൽകുന്ന ഈ ആയുസ്സിൽ നമ്മൾക്ക് എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ, ദുനിയാവിന്റെ നേട്ടങ്ങൾ, പരലോകത്തിന്റെ നേട്ടങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം അള്ളാഹ് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ അള്ളാഹു നമുക്ക് കണക്കാക്കി വെച്ചിരിക്കുന്ന അവന്റെ റിസ്ഖുകളുടെ, അർസാഖുകളുടെ കണക്കാണത്. അത് അള്ളാഹ് വെറുതെ തഅസ്സുഫായിട്ടോ ളുൽമായിട്ടോ കണക്കാക്കിയതല്ല, അത് നീതിപൂർവകമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കണക്കാക്കി, തൂക്കി കണക്കാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഖിസ്ത് എന്ന് പറയുമ്പോൾ അത് വിഹിതമാണ്. ആ വിഹിതം എന്ന് പറയുന്നത് ഒന്നുകിൽ അർസാഖുകളുടേതാണ്, അല്ലെങ്കിൽ അഅ്മാലുകളുടേതാണ്.
ഒന്നുകിൽ നമ്മുടെ ചെയ്തികളുടേതാണ്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വിഭവങ്ങളുടേതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഖ്ഫിളുൽ ഖിസ്ത വയർഫഉഹു. ഖിസ്തിനെ അവൻ താഴ്ത്തുന്നു. ഖിസ്ത് താഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് തരാൻ തീരുമാനിച്ചിട്ടുള്ള അർസാഖുകൾ അവൻ ഉപരിയിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കീഴ് ലോകത്തേക്ക്, ഭൂലോകത്തേക്ക് അള്ളാഹു അത് ഇറക്കുന്നു. അത് ആ റിസ്ഖുകൾ ചിലരുടെ കാര്യത്തിൽ അള്ളാഹു യബ്സുത്തു റിസ്ഖ് വയഖ്ബിളു, ചിലത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചുരുക്കും, പരിമിതമായി കൊടുക്കും, ചിലർക്ക് സമൃദ്ധമായി കൊടുക്കും. തുലാസ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും അള്ളാഹുവാണ്. ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ട ഒരു പ്രോസസ്സാണ്. അതിൻ്റെ വിവിധ വശങ്ങളാണ്. വാക്കുകൾ ഒന്നുപയോഗിച്ചുവെങ്കിലും അത് അതിലേക്കും 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 എത്തുനിൽക്കുന്ന വാക്കുകളാണ്. അത് ചില സന്ദർഭത്തിൽ നമ്മുടെ റിസ്ഖുകളിലേക്കെത്തും, ചില സന്ദർഭത്തിൽ നമ്മുടെ അമലുകളിലേക്കെത്തും, ചില സന്ദർഭത്തിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അവന്റെ കണക്കാക്കിയിട്ടുള്ള നീതിപൂർവകമായ തുലാസിലേക്കെത്തും. അതെല്ലാം അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വയർഫഉഹു, ആ ഖിസ്ത് ഉയർത്തുന്നതും അവനാണ്. അഅ്മാലുകളുടെ ഖിസ്ത്, നമ്മൾ ചെയ്തു വെച്ച ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന അഅ്മാലുകളുടെ വിഹിതം അവനിലേക്ക് ഉയർത്തുന്നു. നീതിയുടെ തുലാസ് അത് ഉയർത്തുന്നതും താഴ്ത്തുന്നതും അവനാണ്. അഅ്മാലുകൾ ചിലർക്ക് കൂടുതലുണ്ടാകും, അത് ഉയർത്തും അല്ലെങ്കിൽ അത് താഴ്ത്തും. അതുപോലെ തന്നെ റിസ്ഖുകളുടെ തുലാസ് അത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്, കൂടുതൽ കൊടുക്കുന്നതും കുറച്ചു കൊടുക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. പക്ഷെ എല്ലാം നീതിപൂർവകമാണ്. ഈ ഖിസ്ത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വശം ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ. രാത്രിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം അതൊരു ഖിസ്താണ്, അഅ്മാലുകളുടെ ഖിസ്താണ്. അത് അള്ളാഹുവിലേക്ക് ഉയർത്തുന്നു. ഖബ്ല അമലിൻ നഹാർ, പകലിലെ അമലുകൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് രാത്രിയിൽ നമ്മൾ ചെയ്തത് അള്ളാഹിന്റെ അടുക്കലേക്ക് എത്തും. രാത്രിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുള്ള മലക്കുകൾ ആ ഏടുകളുമായിട്ട് അള്ളാഹുവിലേക്ക് ചെല്ലുന്നു. അത് അള്ളാഹുവിനെ മുന്നിൽ വെക്കുന്നു. അള്ളാഹു നമ്മുടെ അമലുകളെ കുറിച്ച്, നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് വഹുവ അഅലമു ബിഹി, ഈ മലക്കുകളെക്കാളും എല്ലാം അറിയുന്നവനാണ്. പക്ഷെ അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പോരുമ്പോൾ എൻ്റെ അടിയാൻ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ അവര് പറയുന്നു, അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെല്ലുമ്പോൾ അവര് അസ്ർ നമസ്കരിക്കാണ്, ഞങ്ങൾ പോരുമ്പോൾ അവര് സുബഹ് നമസ്കരിക്കാണ്. രണ്ടറ്റങ്ങളിലുള്ള രാപ്പകലുകളുടെ രണ്ടറ്റങ്ങളിലുള്ള നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് ചെല്ലുകയും ഞങ്ങൾ പോരുകയും ചെയ്തത്. അപ്പോ രാത്രിയിലെ മലക്കും അതന്നെ പറയും, പകലിലെ മലക്കിനും ഇതേ ഉത്തരാണ്. കാരണം രണ്ടുപേരും മാറണ ഷിഫ്റ്റ് മാറുന്ന സമയം ഒരേ സമയമാണല്ലോ. അതുകൊണ്ട് കൃത്യസമയത്ത് തറഫൈൻ നഹാർ, രാത്രിയിലെയും പകലിന്റെയും രണ്ടറ്റങ്ങളിലുള്ള നമസ്കാരങ്ങൾ അത് നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. കൃത്യസമയത്ത് ചെയ്യുന്ന കാര്യത്തിൽ, നിർവഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വീഴ്ച സംഭവിക്കരുത്, പരാജയപ്പെട്ടു പോകരുത്. പ്രത്യേകമായി റസൂലുള്ളാഹി ഉപദേശിച്ചിട്ടുണ്ട്. കാരണം അത് മശ്ഹൂദാണ്. അത് രണ്ട് മലക്കുകളും അള്ളാഹിനോട് സാക്ഷി പറയുന്നതാണ്. ഞാൻ ചെല്ലുമ്പോൾ അവൻ നിസ്കരിക്കരുന്നു, ഞാൻ അവനെ വിട്ടേച്ച് പോരുമ്പോൾ അവൻ നിസ്കരിക്കേനി ഒരേ കാര്യത്തെക്കുറിച്ച്. മറ്റേ കാര്യത്തിൽ ഞാൻ പോരുമ്പോൾ അവൻ നിസ്കരിക്കായിരുന്നു, ഞാൻ ചെല്ലുമ്പോൾ അവൻ നമസ്കരിക്കായിരുന്നു. അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ എന്ന ആ ഷഹാദത്ത് നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ രാത്രി ചെയ്ത പ്രവർത്തനം പകലിലെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതിന് മുമ്പ്, അത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹിന്റെ അടുക്കൽ അതെത്തും. അതുപോലെ തന്നെ വഅമലുൻ നഹാരി വയുർഫഉ ഇലൈഹി വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ, പകലിൽ ചെയ്ത പ്രവർത്തനം രാത്രിയിലെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതിന് മുമ്പ് അള്ളാഹിന്റെ അടുക്കലെത്തും. ഓരോ രാത്രി ഓരോ പകലിലെയും പ്രവർത്തനങ്ങൾ അള്ളാഹിന്റെ മുമ്പാകെ മലക്കുകൾ ഉയർത്തും. ഈ ഖിസ്ത് അള്ളാഹിന്റെ മുന്നിലേക്ക് ഉയർത്തും. ഈ ഖിസ്തിനെ ഉയർത്തുന്നു, താഴ്ത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ക് രാത്രിയിൽ അവൻ എന്ത് കൊടുക്കണം അത് അള്ളാഹു താഴ്ത്തുന്നു, പകലിലേക്ക് എന്ത് കൊടുക്കണം അത് അള്ളാഹു താഴ്ത്തുന്നു.
ആ തുലാസ് വെച്ചിട്ട് അള്ളാഹു അത് കണക്കാക്കുന്നു. ചിലരുടെ തുലാസ് ഉയർത്തുന്നതും ചിലരുടെ തുലാസ് താഴ്ത്തുന്നതും അള്ളാഹു. ഹിജാബുഹുന്നൂർ, അള്ളാഹുവിനൊരു ഹിജാബുണ്ട്, ഒരു മറയുണ്ട്, മുഖാവരണമുണ്ട്. അത് പ്രകാശത്താലുള്ള മുഖാവരണമാണ്. ലൗ കശഫഹു, ആ മുഖാവരണമെങ്ങാനും അള്ളാഹു നീക്കം ചെയ്താൽ ലഅഹറഖത്തു സുബുഹാത്തു വജ്ഹിഹി, അള്ളാഹുവിന്റെ വജ്ഹിൽ നിന്ന് സുബുഹാത്തുകൾ, ഒരു പ്രത്യേക പ്രകാശത്തിന്റെ ഒരു ദീപ്തി, ഒരു പ്രകാശത്തിന്റെ ഒരു ഒളി മുഖത്ത് നിന്ന് പുറത്തേക്ക് വരും. ആ പ്രകാശത്തിന്റെ ആ വെളിച്ചം അല്ലെങ്കിൽ ആ ദീപ്തി അത് കരിച്ചു കളയും. മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവന്റെ കാഴ്ചയെത്തുന്ന എല്ലാ സൃഷ്ടികളിൽ നിന്ന് അവന്റെ കാഴ്ചയെത്തുന്നവർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും കരിച്ചു കളയും. അതാണ് ഭൂലോകത്തുള്ളൊരവസ്ഥ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഈ ഭൂലോകത്ത് വെച്ച് ലാ നബിയ്യ മുർസലൻ, ഒരു മുർസലായ നബിക്ക് പോലും, വല കലീമുള്ളയായ മൂസാ നബിക്ക് പോലും, അല്ലെങ്കിൽ ആഖിറുൽ അംബിയാ വർ റസൂൽ, അന്തിമനായ പ്രവാചകൻ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹനെ കാണാൻ സാധിക്കൂല ഭൂലോകത്ത് വെച്ച്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മഹത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള അല്ലാഹ് പരലോകത്ത് നമ്മളാകെ മാറ്റും. അള്ളാഹനെ നമുക്ക് തൃപ്തി വരുവോളം നോക്കിക്കാണാനുള്ള ഒരു കെൽപ്പും ഒരു ശേഷിയും സ്വർഗത്തിൽ വെച്ച് നമുക്ക് നൽകും. എല്ലാ വെള്ളിയാഴ്ചകളിലും അവൻ സ്വർഗസ്ഥരായ ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അവന്റെ മുഖത്തിന്റെ ഹിജാബ് നീക്കി അവർക്ക് കാണാൻ വേണ്ടിയിട്ട് മുഖം നോക്കി കാണാനുള്ള അവസരം കൊടുക്കും. അതാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, അസിയാദത്ത്. ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആനന്ദം. അള്ളാന്റെ വജഹൻ കണ്ടു കഴിയുമ്പോൾ ഇതുവരെ അള്ളാഹ് അവർക്ക് കൊടുത്ത ഒന്നും അതിനോളം വരൂല. ഇതുവരെ അവർക്ക് കിട്ടിയ ഒന്നും ഇതിന്റെ അത്രത്തോളം വരില്ല. ഇതിനേക്കാൾ മീതെ മറ്റൊന്നുമില്ല. അത്രയും വലിയ ആനന്ദദായകമായിട്ടുള്ള ഒരു അള്ളാഹിന്റെ ഒരു പ്രതിഫലം തന്നെയാണ്, അള്ളാഹ് നൽകുന്ന ഒരു അലവൻസ് തന്നെയാണ്, അള്ളാഹു നൽകുന്ന ഒരു വലിയ ദാനമായിട്ടാണ് ആ കാര്യത്തെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഹദീസിന്റെ ലഫ്ള് ഒന്നും കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നബി മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖംസി കലിമാത്തിൻ, 5 കാര്യങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അഭിമുഖീകരിച്ചു. ഇന്നല്ലാഹ തആല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞത് ഇന്നല്ലാഹ തആല ലാ യനാം വലാ യൻബഗി ലഹു അൻ യനാം, അല്ലാഹു ഉറങ്ങുന്നില്ല, ഉറങ്ങുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം സംഗതവുമല്ല. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു, അവൻ ഖിസ്ത് ഉയർത്തുകയും താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, രാത്രിയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ പകലിലെ പ്രവർത്തനങ്ങൾക്ക് മുമ്പേ അവനിലേക്ക് ഉയർത്തപ്പെടും. വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ, പകലിൽ ചെയ്ത പ്രവർത്തനങ്ങൾ രാത്രിയിലെ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് അവനിലേക്ക് ഉയർത്തപ്പെടും. ഹിജാബുഹുൻ നൂർ, അവന്റെ ആവരണം പ്രകാശമാണ്, അവന്റെ മുഖാവരണം പ്രകാശമാണ്. ലൗ കശഫഹു, അതെങ്ങാനും അവൻ നീക്കം ചെയ്താൽ ലഅഹറഖത്തു സുബ്ഹാത്തു വജ്ഹിഹി, അവന്റെ മുഖത്തു നിന്നുള്ള പ്രകാശം അത് കരിച്ചു കളയും. മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവന്റെ ദൃഷ്ടിയെത്തുന്ന അവന്റെ സൃഷ്ടികളെ മുഴുവനും അത് കരിച്ചു കളയും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.